ഹലോ ഗായ്സ്, നമുക്ക് രാവിലത്തെ ഉച്ചയ്ക്ക് ഫുഡ് ഒന്ന് സെറ്റ് ആക്കിയാലോ. ഇന്ന് രാവിലെ ഇവിടെ പുട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടാകും, അത് വെച്ചങ്ങ് പുട്ടിനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഈ ഷൂപ്പ് നല്ല നാട് മീൻ കൊണ്ടുവന്നുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ തന്നെ മീൻ കറിയും ചോറും വെക്കാമെന്ന്. എന്താ ഇതേപോലെ ചോറ് വെക്കുമ്പം കിട്ടുന്നൊരു ഫീൽ വേറെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ഇപ്പം കുക്കറിൽ വെക്കുന്നതാണ് സാധാരണ എല്ലാവരുടെയും പതിവ്. പക്ഷേ എനിക്കിതാ ഇങ്ങനെ കുക്ക് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ഫീലാണ്. മീനെല്ലാം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി ഞങ്ങളെല്ലാം പുറത്തുനിന്നാണ് ചെയ്യുന്നത്. കട്ടാക്കി സെറ്റാക്കിയതിന് ശേഷം ആ മീനിൻ്റെ തലയൊന്നും ഞാൻ കളയാൻ നിന്നില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇതേപോലെ സെറ്റാക്കിയതിന് ശേഷം അവിച്ച് കഴിക്കാൻ. പൊരിച്ച മീൻ ഐറ്റംസ് എല്ലാം അതിൽ ആഡാക്കേണ്ട ഐറ്റംസ് എല്ലാം ആഡാക്കി 1 by 1 ആയിട്ട് കാണിക്കുന്നില്ല. കാരണം ലെങ്ത് കൂടിയാൽ എനിക്കിങ്ങനെ കിടന്ന് ബ്ലാ 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 വയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം. പൊരിച്ച മീൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതാ കിടന്ന് ഫ്രൈ ആവുന്ന കണ്ടോ. പൊരിച്ച മീനെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ തല അതെല്ലാം ഇങ്ങനെയൊക്കെ ആക്കി എത്ര എണ്ണ. പിന്നെ നമുക്കൊരു മീൻ കറിയിലേക്ക് ഉള്ള തയ്യാറെടുപ്പ് തുടങ്ങിയാലോ. തേങ്ങ, മുളക്, മല്ലി, മഞ്ഞൾ, തക്കാളി ഇതേപോലെ ഞാനങ്ങ് മിക്സ് ചെയ്യുന്നതിൽ കൂടെ അങ്ങ് ആഡ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങൾ തൽക്കാലിക്കുണ്ട്. എടുത്ത് പിറക്കി കളയുന്നതിനേക്കാളും ആ കറിയിലങ്ങ് മിക്സ് ആകുമ്പം ടേസ്റ്റ് അല്ലേ. അതിനൊക്കെ എന്നാ മുളകും ഞാനങ്ങ് അടിച്ചങ്ങ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ വെള്ളം ആഡാക്കുക. ഇത് ഞാൻ പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയാം. എന്നാലും ആഡാക്കി അത് മിക്സാക്കി ഉപ്പിട്ടു, തീ കത്തിച്ചു. മിക്സ് ചെയ്യും. അയ്യാ ഉലുവ ഞാൻ പൊടിയല്ല ഇടുന്നത്, മുഴുവനോടെ ഇടുന്നത്. മീൻ കറി തിളച്ചു. മീൻ 1 by 1 ആയിട്ട് എവിടെ വീഴുന്നില്ലല്ലേ, ഇട്ടു. കറി കിടന്നങ്ങ് വെട്ടിത്തിളയ്ക്കുകയാണ് ഗായ്സ്. ആ സമയം കൊണ്ട് കറിവേപ്പില ഓക്കെ കറിവേപ്പില ഇട്ടു. ആ സമയം കൊണ്ട് കുറച്ച് കിഴങ്ങിടുന്നെടുത്ത് കൊത്തിയെടുത്ത് അടുപ്പിലാക്കി. ഞാനിങ്ങനെ ചിലവർ എന്താ പറയുക തേങ്ങാക്കി ഇടും, ഞാൻ പക്ഷേ അതിടത്തില്ല. നോക്കിയാണ് ഈ ഒരു മണം. മോനെ ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും അടുപ്പിൽ നിന്ന് ഒരു മണം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ കഴിക്കാൻ പോണ ഐറ്റം നോക്കിക്കോ. ഉച്ചയ്ക്കത്തെ എൻ്റെ ലഞ്ചാണേ. ആ കിഴങ്ങ് ഉടച്ചതും നേരത്തെ കണ്ട ആ ഒരു മീൻ തല അവിച്ചതും പൊരിച്ച മീനും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി ഞാനങ്ങ് പിടിച്ചു. ഞാൻ പിന്നെ ചോറ് കഴിക്കാനേന്നില്ല. ചോറ് ഞാൻ ഇടുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, എനിക്കല്ല, എൻ്റെ ഡാഡിക്കാണ്. ഡാഡി പുള്ളിങ്ങ് കുറവാണ്, പക്ഷേ ഇട്ടപ്പം എന്തോ നല്ല വലിപ്പത്തിൽ തോന്നുന്നു. കുഴപ്പമില്ല, പേടിക്കണ്ട. ഇത് ചിക്കൻ്റെ അച്ചാറാണ് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് ഇരുന്ന് വരുമ്പോഴത്തേക്കും പൊളി ടേസ്റ്റാണ്. മീൻ കറി ഗുമ്മില്ലേ കാണാൻ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പാടെ ഒരു വോയിസ് ഇടണമെന്ന് വിചാരിച്ചാണ്. പോട്ടെ, അപ്പം ശരിയേ, ബൈ, ടാറ്റാ.